ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാദമി. നമ്മളിതാ നമ്മുടെ 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. എന്താണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ? ഒരു ചെറിയൊരു 2 കുട്ടികളുടെ ചിത്രം ഉണ്ടല്ലേ? ഒരു ഗേളും ഉണ്ട്, ഒരു ബോയും ഉണ്ട്. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ഘർ പേട് ഔർ താരെ കി യാദ്. എന്താണ് ഘർ പേട് ഔർ താരെ കി യാദ്? ഈ വേർഡ്സിന്റെ എല്ലാ മീനിങ് നിങ്ങൾക്ക് അറിയുന്നതാണ്, ഉറപ്പല്ലേ? ഘർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഘർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്. നെക്സ്റ്റ് പേട്. പേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? പേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം. ഘർ പേട് ഔർ താരെ കി യാദ്. താർ, താര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ചിലപ്പം ചില കൺഫ്യൂഷൻ ഉണ്ടാകും. താരം, താരം നക്ഷത്രം. താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രം. താരയ്ക്ക് യാദ്, യാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ. ഘർ പേട് ഔർ താരയ്ക്ക് യാദ്, വീട്, മരം, ഔർ നക്ഷത്രം, ഇതിന്റെ ഓർമ്മ. അപ്പൊ ഇതെന്താണ്? ഒരു ലോകകഥയാണ്. ലോകകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോകകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടോടിക്കഥ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്ന അത്തരത്തിലുള്ള ലോകകഥയാണ് ഘർ പേട് ഔർ താരയ്ക്ക് യാദ്. ആരാണ് ഇതിന്റെ റൈറ്റർ? इसका रचयिता कौन है? मंगलेश डबराल. अപ്പൊ मंगलेश डबराल की एक ലോകകഥ है घर पेट और तारे की याद. അപ്പൊ മറക്കരുത്, मंगलेश डबराल की एक ലോകകഥ है घर पेट और तारे की याद. അപ്പൊ നമ്മൾ ആദ്യം തന്നെ റൈറ്ററെ കുറിച്ചിട്ട് അറിയണം, അദ്ദേഹം എഴുതിയ രചനയെ കുറിച്ചിട്ട് എഴുതാം. ക്ലിയർ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പൊ നമ്മുടെ പിക്ചറിൽ എന്തൊക്കെയാ ഉള്ളത്? ഒരു 2 കുട്ടികളല്ലേ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഒരു കുറച്ച് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. ചിന്നിച്ചെതിരിട്ട് കുറെ ആളുകൾ ഓടുന്നുണ്ട്. ആളുടെ തലയിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്. എവിടുന്നോ എന്തോ അതാ തീപിടുത്തുണ്ടായതാന്ന് തോന്നുന്നു. കുറച്ച് പുകയെല്ലാം ഉയരുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു നമ്മൾക്കൊരു പിക്ചർ കണ്ടിട്ട് അത്ര ഒരു നല്ലൊരു അന്തരീക്ഷമായിട്ട് തോന്നുന്നില്ല. അതൊക്കെ ഒരു ബാഡ് സിറ്റുവേഷൻ ആണെന്നോ തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കഥ ആരംഭിക്കാം അല്ലേ? ഓക്കേ. ഘർ പേട് ഔർ താരെ കി യാദ്, मंगलेश डबराल की ലോകകഥ है. അപ്പൊ നമ്മുടെ കഥ ഇവിടെ ആരംഭിക്കുകയാണ്. उत्तरी ध्रुव के पड़ोस में जो देश है उनमें फिनलैंड भी है. ഉത്തരി ധ്രുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഉത്തരി ധ്രുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉത്തര ഭാഗത്തുള്ള ഒരു പരിസര പ്രദേശത്തിൽ വരുന്ന ദേശമാണ് ഫിൻലാൻഡ്. ഉത്തര ധ്രുവത്തിലാണ് വരുന്നത്. ഉസ്തി സീമായി റൂസ് മിൽത്തി ഹെ. ഇതിന്റെ അതിരുകൾ എവിടെയാണ്? റൂസ് വരെ, അതായത് റഷ്യ വരെ അതിന്റെ അതിരുകൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. करीब 200 साल पहले फिनलैंड को युद्ध में बहुत नुकसान हुआ. അപ്പൊ 200 साल എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 2, സൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100. അപ്പൊ 200 വർഷങ്ങൾ മുൻപ് ഫിൻലാൻഡിൽ എന്താണ്? വളരെ വലിയൊരു യുദ്ധമുണ്ടായിരുന്നു. യുദ്ധമേ ബഹുത്ത് നുക്സാൻ ഹുവ. അപ്പൊ ഒരുപാട് യുദ്ധത്തിൽ 200 വർഷങ്ങൾക്ക് മുൻപ് ഫിൻലാൻഡിൽ ഉണ്ടായ ഒരു യുദ്ധത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷഹറോം കോ ജലാ ദിയാ ഗയ. ഷഹറോം കാ ജലാ ദിയാ ഗയ എന്ന് പറഞ്ഞെങ്കിൽ ഷഹർ, പട്ടണങ്ങളെല്ലാം ജലാ ദിയാ ഗയ, കത്തി അമർന്നു. അപ്പൊ നമ്മൾ ആദ്യത്തെ പിക്ചറിൽ നമ്മൾ കണ്ടു എന്താണ്? പുകയെല്ലാം ഉയരുന്നതും കുറച്ച് കെട്ടിടങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതും ഒക്കെ. അപ്പൊ എന്തായിരിക്കും? യുദ്ധത്തിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് അവിടെ പട്ടണങ്ങളൊക്കെ കത്തി നശിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ ഉണ്ടായ പുകയാണ് നമ്മൾ കണ്ടത്. ആളുകളൊക്കെ ഓടി രക്ഷപ്പെടുക അല്ലേ? അപ്പൊ യുദ്ധത്തിന്റെ ഫലമായിട്ട് എന്താണ്? ആളുകൾ അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുക ചെയ്യുന്നത്. ഫസലേ നഷ്ടഹോഗയി. ഫസലേ നഷ്ടഹോഗയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു രാജ്യത്ത് എന്താണ്? അവരുടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് വിളകൾ, കൃഷിയെല്ലാം ഉണ്ടാകും അല്ലെ? ആ വിളകളൊക്കെ എന്തായി? നഷ്ടമായി. ഫസലേ നഷ്ടഹോഗയി. ഹസാറോം ലോഗ് മാറേ ഗയേ. ഹസാറോം ലോഗ്, ഹസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു? 1000. ആയിരക്കണക്കിന് ആളുകൾ എന്താണ്? മരിച്ചു വീഴുകയും ചെയ്തു. അപ്പൊ ഒരു യുദ്ധം ഉണ്ടായ സമയത്ത്, ഫിൻലാൻഡില് യുദ്ധം ഉണ്ടായ സമയത്ത്, എപ്പോഴാ യുദ്ധം ഉണ്ടായത്? 200 വർഷങ്ങൾക്ക് മുൻപ്. 200 വർഷങ്ങൾക്ക് മുൻപ് ഉള്ള യുദ്ധത്തില് ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കത്തിയമർന്നു. നാശനഷ്ടം സംഭവിച്ചു. പിന്നെ ഒരുപാട് വിളകളൊക്കെ നഷ്ടമായി. പിന്നെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുടെ ജീവനും ഇല്ലാണ്ടായി. ഓക്കെ. भागे हुए लोग वापस आए तो उन्हें जले हुए घरों और फसलों के अलावा कुछ भी नहीं मिला. ഭാഗേ ഹുയെ ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട ആളുകൾക്ക് വാപ്പസ് ആനയ്ക്ക് സമയം, അവിടെ തിരിച്ചു വന്ന സമയത്ത് ജലേ ഹുയെ ഘരോം ഔർ ഫസലോം കെ അലാവ കുച്ച് ഭി നഹീ മില,
നമുക്ക് കത്തിക്കരിഞ്ഞ കുറച്ച് വീടുകളും ആ കത്തിക്കരിഞ്ഞിട്ടുള്ള വിളകളും അല്ലാതെ വേറെ ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താ ചെയ്യാ? ആളുകൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടും അല്ലേ? ഇപ്പൊ ദാ നമ്മുടെ വയനാട്ടിൽ ഇപ്പൊ അടുത്തൊരു പ്രകൃതി ദുരന്തം ഉണ്ടായില്ലേ? ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് എന്താണ്, ഒരുപാട് ആളുകൾക്ക് എന്താണ്, അവരുടെ ജീവിതം നഷ്ടമായി. അവർക്ക് ഒരുപാട് ബന്ധുക്കളെ, ഉറ്റവരെയും ഉടയവരെയും അവരുടെ വീട് അങ്ങനെ വേണ്ട സകലതും എല്ലാം നഷ്ടമായി അല്ലേ? അപ്പൊ അതുപോലെ ഈ യുദ്ധത്തിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും എന്താ ഉണ്ടായത്? ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നഷ്ടമായി. അവർക്ക് നമുക്ക് കുറച്ച് കത്തിക്കഴിഞ്ഞ ആ ഒരു കുറച്ച് ബാക്കിയുള്ള ആ വീടും കുറച്ച് വിളകളും അല്ലാതെ വേറെ ഒന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. उन्होंने बहुत मेहनत करके फिर से अपने घरों को बनाया. അപ്പൊ അവിടെയുള്ള ആളുകൾ എന്താണ്, ബഹുത്ത് മെഹനത്ത് കർക്കെ, ഒരുപാട് അധ്വാനിച്ചിട്ടാണ് എന്താണ് വീണ്ടും വീടുകളൊക്കെ ഉണ്ടാക്കിയത്. ഫസലേം ഉഗായി और लोगों के लौटने का इंतजार करने लगे. പിന്നെ അവരെന്തായി, അവിടെയുള്ള വിളകളൊക്കെ വളർന്നു വരാൻ തുടങ്ങി. കൃഷി ചെയ്തിട്ടുള്ള വിളകളൊക്കെ വളർന്നു വരാൻ തുടങ്ങി. ലോഗോं के लौटने का इंतजार करने लगे. ആളുകൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്താണ്, അവര് കാത്തിരിക്കാൻ വേണ്ടി തുടങ്ങി. യഹ് കഹാനി ഉസി ദൗർ കി ഹെ. അപ്പൊ നമ്മുടെ ഈ കഥ, ഈ ലോകകഥ എന്താണ്, ഇതിനെയല്ല ഇത്തരത്തിലുള്ള ഒരു യുദ്ധവും യുദ്ധത്തിന്റെ നാശനഷ്ടങ്ങളെ കുറിച്ചിട്ട് നോക്കാനുള്ള അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന ഒരു കഥയാണ് നമ്മുടെ ഘർ പേട്ട് ഔർ താരെ കി യാദ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിതാ നമ്മുടെ കഥ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ യുദ്ധത്തെ കുറിച്ചിട്ടും യുദ്ധത്തിന്റെ ആ ഒരു സൈഡ് എഫക്റ്റിനെ കുറിച്ചുള്ള നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. युद्ध के शिकार लोगों को कौन कौन सी परेशानियां झेलनी पड़ती है? ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാല് അതിൽ നമുക്ക് എന്താണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരിടേണ്ടി വരുന്നത്? ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ഒരുപാട് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടോ യുദ്ധം കൊണ്ട്? ഇല്ല, യാതൊരു നേട്ടവും ഇല്ല. നമുക്ക് നഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും ഒരു യുദ്ധം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നില്ല. നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാവരും ഇല്ലാതാകും. നമ്മൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങള്, നമ്മുടെ ഇഷ്ടപ്പെട്ട വീട്, നമ്മുടെ പ്രതീക്ഷ, അധ്വാനം എല്ലാം തകർന്ന് തരിപ്പണാവുക ചെയ്യുന്നത് അല്ലേ യുദ്ധത്തിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട്. അപ്പൊ എന്താണ്, യുദ്ധ കെ ശിഖാർ ലോഗോं को अनेक परेशानियां झेलनी पड़ती है. അപ്പൊ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് എന്താണ്, ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരുന്നത്. യുദ്ധമേം ഷഹറോं को जला दिया गया. യുദ്ധത്തിൽ എന്താണ്, പട്ടണങ്ങള് കത്തി പോവുക ചെയ്യുന്നത്, കത്തി ജ്വലിക്കുന്നു. ഫസലേ നഷ്ട ഹോ ഗയി. വിളകൾ എന്താണ്, നഷ്ടമാകുന്നു. ഹസാറോ ലോഗ് മാറേ ഗയി. ആയിരക്കണക്കിന് ആളുകൾ എന്താ ചെയ്യുന്നത്, മരിച്ചു വീഴുകയും ചെയ്യുന്നു. അപ്പൊ യുദ്ധം കൊണ്ട് എന്താണ് നമുക്ക് ഉണ്ടാകുന്നത്, നേട്ടങ്ങളാണോ? അല്ല. യുദ്ധക്കെ എന്താണ്, എപ്പോഴും നമുക്ക് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് യുദ്ധം കാരണം. നമ്മുടെ കഥ ഇവിടെയാണ് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. युद्ध के दौरान एक भाई और उसकी बहन घर से बिछुड़ गए. അപ്പം ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് എന്താണ്, एक भाई और बहन, ഒരു സഹോദരനും സഹോദരി എന്താണ്, അവരുടെ വീട്ടിൽ നിന്നും വേർപിരിഞ്ഞു പോവുകയാണ്. അവരുടെ വീടുമായിട്ട് എന്താണ്, അവരുടെ കണക്ഷൻ ഒക്കെ വിട്ട് ഒരു സഹോദരനും ഒരു ബ്രദറും സിസ്റ്ററും വേറെയായി പോയി. ബിച്ചുട് കൈ. ഭായി 8 साल का था. അപ്പൊ നമ്മുടെ ഈ സഹോദരൻ എത്ര വയസ്സുണ്ട്? 8 साल. 8 साल എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വയസ്സല്ലേ. ഭായിക്ക് 8 വയസ്സുണ്ട്. और बहन 6 साल की. നമ്മുടെ സിസ്റ്ററിന് എത്ര വയസ്സുള്ളത്? 6 साल. 6 വയസ്സ് സിസ്റ്ററിനുണ്ട്. एक दूर देश में पहुंची. അവരെന്താണ്, ഒരു ദൂരദേശത്താണ് അവരെത്തിപ്പെട്ടത്. അപ്പം ഫിൻലാൻഡിലെ യുദ്ധം ഉണ്ടായ സമയത്ത് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് എന്താണ്, ഏക് ഭായി और बहन वो उनके घर से बिछड़ गए. അവരുടെ വീട്ടിൽ നിന്ന് വേർപിരിയാണ്. ഭായിക്ക ഉമ്ര എത്രയാണ്? ഭായ് 8 साल की उम्र था और बहन 6 साल की. ഓക്കെ, 8 വയസ്സുള്ള സഹോദരനും 6 വയസ്സുള്ള സഹോദരിയുമാണ്. അപ്പം അവര് വീട്ടിൽ നിന്നും വേക്ക് ദൂർ ദേശമേ പഹുഞ്ച്, അവര് ഒരുപാട് ദൂരെയുള്ള ഒരു ദേശത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത്. വഹാം ഗർഹി ബഹുത്ത് യാദ് ആത്തി തി. അപ്പൊ അവർക്ക് എന്താണ്, വഹാം ഈ സഹോദരനും സഹോദരിക്കും അവരുടെ വീടിനെ കുറിച്ചുള്ള ഗർഹി ബഹുത്ത് യാദ് ആത്തി തി, ഒരുപാട് ഓർമ്മകൾ, വീടിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ വരുന്നുണ്ട്. അപ്പൊ ഈ യാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി, ഓർമ്മകൾ അല്ലെ.
वे इतने छोटे थे कि उन्हें वापस लौटने का रास्ता पता नहीं था. അവരെന്താണ്, വളരെ ചെറിയ കുട്ടികളല്ലേ, ഒരാൾക്ക് 8 ഒരാൾക്ക് 6. അപ്പൊ അത്രയും ചെറിയ ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിയില്ല. ലൗട്ട്നെ കി രാസ്ത പതാ നഹീ താ. ഉൻകെ പാസ് പഡോസ് സക്കെ, ഇവിടെ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. പാസ് പഡോസ് എന്ന് പറയുന്നത് ഒരു സെയിം വേർഡ് ആണ്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. उनके पास पड़ोस के लोग बहुत भले थे. वे उनकी देखभाल करने लगे. कुछ साल बीते और बच्चे बड़े होते गए. അപ്പൊ ഉൻകെ പാസ് പഡോസ് കെ ലോഗ്, അവരുടെ അടുത്തുള്ള ആളുകൾ, അതായത് ഇവര് യുദ്ധത്തിന് വേർപിരിഞ്ഞതാണല്ലോ. അപ്പൊ അവര് ദൂരദേശത്ത് എത്തിപ്പെട്ടു. അപ്പൊ അവര് എത്തിപ്പെട്ട സ്ഥലത്തുള്ള ആളുകൾ എന്താണ്, ഇവരെ നന്നായിട്ട് സംരക്ഷിക്കുന്ന ആളുകളായിരുന്നു. ഇവരെ നന്നായിട്ട് ഈ ചേട്ടനെയും ചേച്ചി അനിയത്തിയെയും നന്നായിട്ട് സംരക്ഷിക്കുന്നവരായിരുന്നു, അവരെ നോക്കുന്നവരായിരുന്നു. കുച്ച് സാൽ ബീത്തെ അവർ ബച്ചേ ബഡേ ഹോത്തേ ഗയേ. അങ്ങനെ കുറച്ച് വർഷങ്ങൾ ഈ കുട്ടികളെ അടുത്തുള്ള ആളുകൾ സംരക്ഷിച്ചു, അവരെത്തിപ്പെട്ട സ്ഥലത്തുള്ള ആളുകൾ സംരക്ഷിച്ചു. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഈ 2 കുട്ടികളും എന്താ ചെയ്യുന്നത്, ബഡേ ഹോത്തേ ഗയേ. അവർ രണ്ടുപേരും വലുതാവാൻ തുടങ്ങി. ലേക്കിൻ വേ അപ്നെ മാതാ പിതാ और देश को नहीं भूल पाई. പക്ഷെ എന്നാലും എന്താണ്, അവർ വലുതായെങ്കിൽ കൂടിയിട്ടും വേ അപ്നി മാതാ പിതാ और देश को भूल नहीं पाई. അവരുടെ അച്ഛനും അമ്മയെയോ അവരുടെ സ്വന്തം രാജ്യത്തെയോ സ്വന്തം നാടിനെയോ ഒന്നും അവരൊരിക്കലും മറന്നിട്ടുണ്ടായിരുന്നില്ല. ഉൻഹെ ആംഗൻ में घड़े सनोबर या भोज के पेड़ की भी याद आती थी. അപ്പൊ എന്താണ് അവർക്ക്, ഉൻഹെ ആംഗൻ में घड़े, ആംഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റം, ഇവരുടെ മുറ്റത്തുള്ള ഒരു ഘടേ, അവിടെ നിൽക്കുന്ന ഒരു സനോബർ കെ പേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൻ മരം. ഈ പൈൻ മരത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടികളുടെ വീടിന് മുൻപിൽ എന്തുണ്ടായിരുന്നു, സനോബർ കാ പേട്, പൈൻ മരം ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളുണ്ട്. ജിസ് पर हर सुबह 2 പക്ഷി बैठ कर गाते थे. അപ്പൊ ആ മരത്തിൽ എന്താണ്, ഹർ സുബഹ് പർ 2 പക്ഷി, ഈ മരത്തിൽ ഇരുന്നിട്ട് എല്ലാ ദിവസവും രാവിലെ 2 പക്ഷികൾ ഇരുന്നിട്ട് പാട്ട് പാടുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇവരുടെ മുറ്റത്ത് എന്താണ്, ഒരു പൈൻമരം ഉണ്ടായിരുന്നു, സനോബർ കി പേട് ഉണ്ടായിരുന്നു. സനോബർ കി പേടിൽ എന്താണ്, 2 പക്ഷികൾ ഇരുന്നിട്ട് പാട്ട് പാടാറുണ്ടായിരുന്നു. ഗാത്തെ थे. और रात में उसकी शाखाओं के बीच से एक चमकीला तारा दिखाई देता था. ഇവിടെ ഒരു ഗ്യാപ്പ് വേണേ. പിന്നെയോ, രാത്രി മുസ്കി ശാഖാവോ കെ ബീച്ച്, രാത്രിയില് ഈ സനോബർ കെ പേടിന്റെ ആ ശാഖയുടെ ഇടയിലൂടെ, അതായത് അതിന്റെ ആ ബ്രാഞ്ചസിന്റെ ഇടയിലൂടെ എന്താണ്, ഏക ചംകീല താര, ഒരു വളരെ ഷൈനിങ് ആയിട്ടുള്ള തിളക്കമുള്ള ഒരു നക്ഷത്രത്തെയും ഇവർ കാണാറുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ വീടിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഈ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾ ഓർക്കുന്നത്, മക്കളൊന്ന് പറഞ്ഞു തന്നെ. വീടിന് മുൻപിൽ എന്തുണ്ടായിരുന്നു, ഒരു സനോബർ കാ പേട് ഉണ്ടായിരുന്നു. പിന്നെ ഈ സനോബറിന്റെ പേടില് രാവിലെ ആരായിരുന്നു വരാറ്, 2 പക്ഷിയോ അല്ലെ, 2 പക്ഷികൾ വന്നിട്ട് പാട്ട് പാടാറുണ്ടായിരുന്നു. പിന്നെ രാത്രി ആയാലും എന്താ ഉണ്ടാകാറ് മക്കളെ, രാത്രി ആയി കഴിഞ്ഞാല് അതിന്റെ ബ്രാഞ്ചസിന്റെ ഇടയിലൂടെ എന്തും കാണാം, ഒരു ചംകീല താര അല്ലെ, നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു നക്ഷത്രത്തെയും കാണാമായിരുന്നു. एक दिन खबर आई कि अब फिनलैंड में शांति है और घरों से बिछुट लोग लौट सकते हैं. ഇവിടെ എന്താ പറയുന്നത്, ഒരു ദിവസം ഒരു ന്യൂസ് വരികയാണ്. ഏക് ഖബറായി, എന്താ വന്നത്, ആ ഫിൻലൻഡിലെയും ശാന്തി ഹേ, ഇപ്പോഴെന്താണ് ഫിൻലാൻഡിൽ നല്ലൊരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉള്ളത്. അവിടെയുള്ള യുദ്ധത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞു. അവിടെ ശാന്തിയുടെ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്, നല്ല സമയമാണ്. ഘറോം സെ ബിച്ചുട്ട് ലോഗ് ലൗട്ട് സക്തേ ഹേ, വീട്ടിൽ നിന്നും വേറെയായി പോയിട്ടുള്ള ആളുകൾ, അതായത് ഈ യുദ്ധത്തിന്റെ ഫലമായിട്ട് വീടൊക്കെ ഉപേക്ഷിച്ച് പോയ ആളുകളുണ്ടല്ലോ, അപ്പൊ അവരെന്താണ് തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മുടെ ഈ കഥയിൽ ആരാ വീടിന്ന് വേർപിരിഞ്ഞു പോയത്, ഏക് ഭായി യാർ ഏക് ബഹൻ. ഭായി ബഹൻ കോ ലിഖാക്കി ഉൻഹേ ഭി ഘർ ലൗട്ട്നാ ചാഹിയേ. അപ്പൊ ഈ ന്യൂസ് കേട്ട് നമ്മുടെ ഈ ഭായിക്കും ബഹനും, ഈ ജ്യേഷ്ഠനും അനിയത്തിക്കും എന്താണ് വീട്ടിൽ തിരിച്ചു പോകാനുള്ള ആഗ്രഹം മനസ്സിൽ വന്നു. ഉൻഹോനെ
अपनी देखभाल करने वाले अभिभावकों से इसकी अनुमति मांगी. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? ഈ ബ്രദറും സിസ്റ്ററും കൂടെ അവരെ നോക്കുന്നതാരാ? അവരൊരു വീട്ടിലല്ല താമസിക്കുന്നത്. അപ്പൊ അവിടെ അവരെ സംരക്ഷിക്കുന്ന ആളുകളുടെ അടുത്ത് എന്താണ് ചോദിച്ചു? വീട്ടിലേക്ക് തിരിച്ചു പോവാനുള്ള അനുമതി അവര് ചോദിക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കഥയില് നമുക്ക് ഓർമ്മ വേണം, ഒരു ജ്യേഷ്ഠനും അനിയത്തിയും ഉണ്ട്, പിന്നെ അവരുടെ വീടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നുള്ള ഓർമ്മയുണ്ട്. ഇപ്പോഴെന്താ ഉണ്ടായത്? ഫിൻലാൻഡില് നല്ലൊരു ശാന്തിയുടെ ദിവസങ്ങളാണ്, തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരവരുടെ ആ നോക്കുന്ന സംരക്ഷിക്കുന്ന ആളുകളുടെ അടുത്ത് ചോദിക്കുകയാണ്, അനുവാദം ചോദിക്കുകയാണ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അഭിഭാവകോനെ ഹസ്തേ ഹുയേ കഹ. അപ്പൊ നമ്മുടെ ഈ നോക്കുന്ന ആളുകൾ എന്താണ്? അവര് നല്ല ചിരിച്ചുകൊണ്ട് പറയാണ്, पता है तुम्हारा देश यहाँ से कितनी दूर है, कैसे पहुंचोगे? അവൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയോ നിങ്ങളുടെ നാട് ഇവിടെ നിന്നും എത്ര ദൂരം ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? എങ്ങനെ നിങ്ങൾ അവിടെ എത്തിച്ചേരുന്നു നിങ്ങൾക്കറിയോ? അയാൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? എന്തുകൊണ്ടാ നിങ്ങൾക്ക് അറിയോന്നൊക്കെ ചോദിക്കുന്നത്? അവരെന്താണ് ചെറിയ കുട്ടികളല്ലേ, അവര് നന്നേ ചെറുപ്പത്തിലെ വീട് വിട്ടു വന്നവരാണ്. അപ്പം അവർക്ക് അത്ര ഓർമ്മ ഉണ്ടാകുമോ എവിടെയാ വീട്, എങ്ങനെയാ പോവാന്നൊക്കെ അറിയോ? ഇല്ല. ബച്ചോനെ ജവാബ് ദിയ. അപ്പൊ നമ്മുടെ കുട്ടികൾ എന്താ ആൻസർ പറഞ്ഞെന്ന് നോക്കാം. ഹം കിസി തരഹ പഹുഞ്ച് ജായേഗെ ഭലേ ഹി ഹിസ്മേ ബഹുത് ദിൻ ലഗ് ജായേ. അപ്പോ ഈ കുട്ടികൾ എന്താ ആൻസർ പറയുന്നത്? ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേരും. ഒരുപാട് ദിവസം പോയി കഴിഞ്ഞാലും ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേരും എന്നുള്ള ഒരു പ്രതീക്ഷ ആർക്കുണ്ട്? ഈ കുട്ടികളുടെ മനസ്സിലുണ്ട്. അതെന്താ? സ്വന്തം നാടിനെ അച്ഛനെ അമ്മനെ ഒക്കെ ഉപേക്ഷിച്ചിട്ടല്ല അവർ നിൽക്കുന്നത്. അപ്പൊ അവരെ കാണാനുള്ള ഒരു ആകാംക്ഷ എന്തായാലും അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ നമുക്കിതാ നമ്മുടെ കുട്ടികളുടെ ആൻസർ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹം കിസി തരഹ പഹുഞ്ച് ജായേംഗെ. इस कथन से बच्चों का कौन सा मनोभाव प्रकट होता है? ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്തിച്ചേരും പഹുഞ്ച് ജായേംഗെ, എത്തിച്ചേരുന്നു കേട്ടോ. इस कथन से बच्चों का कौन सा मनोभाव प्रकट होता है? ഈ ഒരു സെന്റൻസിലൂടെ കുട്ടികളുടെ എന്ത് മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്? ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടല്ലേ. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എത്തിച്ചേരണം എന്നുള്ള ഒരു ആത്മവിശ്വാസം ആ കുട്ടികളുടെ മനസ്സിലുണ്ട്. बच्चों के मन में जन्मस्थान के प्रति देशभक्ति और माता पिता को पाने की आशा प्रकट होती है. കുട്ടികളുടെ മനസ്സിൽ എന്താ ഉള്ളത്? സ്വന്തം ജന്മനാട്ടിലേക്ക് എത്തിച്ചേരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിന്റെ കൂടെയോ അച്ഛനെയും അമ്മനെയും ഒരിക്കൽ കൂടെ കാണാനുള്ള ആഗ്രഹം ആ കുട്ടികളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവരെന്തു പറയുന്നത്? ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്തിച്ചേരും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കുട്ടികൾ നോക്കുന്ന അഭിഭാവക പറയാണ്, അഭിഭാവകോനെ കഹാ യഹാ തുമാരെ പാസ് ഘർ കപ്പടേ ഭോജൻ ഔർ ദോസ്ത് സബ് കുച്ച് ഹേ. അപ്പൊ അവരെന്താ പറയുന്നത്? നിങ്ങൾ ഇവിടെ താമസിക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? വീടുണ്ട്, വസ്ത്രങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സബ് കുച്ച് ഹേം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾ താമസിക്കുന്നിടത്തില് വീട്, ഭക്ഷണം, സുഹൃത്തുക്കള്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. തുമാരേ ദേശ് മേ അഭി ബഹുത് ഗരീബി ഔർ അഭാവ് ഹേ. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ എന്താ ഉള്ളത്? ബഹുത് ഗരീബി ഔർ അഭാവ് ഹേ. വളരെയേറെ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ആയിരിക്കും ഉണ്ടാകുക. എല്ലാത്തിനും ക്ഷാമമായിരിക്കും ഉണ്ടാകുക. എന്താ കാരണം? യുദ്ധം കഴിഞ്ഞതല്ലേ. അപ്പൊ യുദ്ധം കഴിഞ്ഞ നാട്ടിലെ വല്ല അഭിവൃദ്ധിയാണോ ഉണ്ടാകുക? ഒരിക്കലും അല്ല. അവിടെ എപ്പോഴും കഷ്ടപ്പാടും ദുരിതമായിരിക്കും ഉണ്ടാകുക. വഹാ തുമേ ഭൂക്കാ രഹ്നാ പടേഗ ഔർ ഗുർദുരെ ബിസ്തർ പർ സോനാ പടേഗ. അപ്പൊ നമ്മുടെ ഇവരെന്താ പറയുന്നത്? കുട്ടികളെ കെയർ ചെയ്ത ആളുകൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് അവിടെ എന്തായിരിക്കും? ഭൂക്കാ രഹന, നിങ്ങൾക്ക് ചിലപ്പോ നല്ല വിശപ്പായിരിക്കും അവിടെ ഉണ്ടാകുക. ഭക്ഷണമൊന്നും കിട്ടിയെന്ന് വരില്ല. ഗുർദുരെ ബിസ്തർ പർ സോനെ പടേക. ഗുർദുരെ ബിസ്തർ എന്ന് പറഞ്ഞാല് എന്താ? ഈ ഒരു പരുപരുത്ത കിടക്ക, അതായത് കിടക്കാനുള്ള നല്ല സൗകര്യമൊന്നും നിങ്ങൾക്ക് കിട്ടണ്ടാവില്ല. അപ്പൊ എന്താണ്? നിങ്ങൾ പോവണ്ട എന്നുള്ള ഒരു കാര്യമാണ് ഈ അഭിഭാവക് പറയുന്നത്. ഫിർ പതാ നഹീ തുമാരാ ഘർ ബച്ചാ ഭീ ഹേ യാ നഹീ. പിന്നെ എന്താ? നമുക്ക് അറിയില്ല നിങ്ങളുടെ വീട് രക്ഷപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല.
और तुम्हारे മാതാപിതാ ജീവൻ भी है या नहीं. അതുപോലെ എന്തും നമ്മൾക്കറിയില്ല, നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ടോ ഇല്ലയോ കാര്യങ്ങളൊന്നും നമ്മൾക്കറിയില്ല. നിങ്ങളുടെ വീട് അവിടെ ഉണ്ടോ, അച്ഛനും അമ്മയും ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല എന്ന് ഈ അഭിഭാവകു പറയാണ്. അപ്പൊ ആളെന്തിനാ പറയുന്നത്, ഈ കുട്ടികൾ ഇനി എങ്ങനെ തിരിച്ചെത്തും, അപ്പൊ അവരെ ഒരു പക്ഷെ എത്തിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ടോ അറിയില്ല നമുക്ക്. എന്താണ്, യുദ്ധമല്ലേ കഴിഞ്ഞിരിക്കുന്നത്, അപ്പൊ യുദ്ധം കഴിഞ്ഞിട്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്ന് അറിയാലോ. അപ്പൊ അതിൽ എന്തൊക്കെയാണ്, വീടുണ്ടോ ആളുകളുണ്ടോ എന്നൊന്നും അറിയില്ലെന്ന് പറയുകയാണ് അഭിഭാവക. ബച്ചാ ने कहा फिर भी हम घर जाना चाहते हैं. പക്ഷെ കുട്ടികൾ എന്താ പറയുന്നത്, എന്നാലും ഞങ്ങൾ എന്താണ് വീട്ടിൽ പോവാനാണ് ആഗ്രഹിക്കുന്നത്. ഹമേ മാതാപിതാ കി ബഹുത് യാദ് ആത്തി ഹേ. ഞങ്ങൾക്ക് എന്താ അച്ഛനെയും അമ്മയും കുറിച്ചിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. और घर के आंगन में घटे सनोबार के पेड़ की भी. പിന്നെ എന്താണ്, घर के बाहर വീടിന് പുറത്തുള്ള വീട്ടിലെ മുറ്റത്തുള്ള ഒരു സനോബാറിന്റെ മരത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മകൾ ഞങ്ങൾക്കുണ്ട്. അച്ഛനും അമ്മയെ കുറിച്ചിട്ടും വീട്ടുമുറ്റത്തുള്ള സനോബാർ മരത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഞങ്ങൾക്ക് വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് കുട്ടികൾ പറയുകയാണ്. अभिभावकों ने कहा लेकिन तुम कई साल से अपने घर से दूर हो. എന്നാൽ എന്താണ്, നിങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഇവിടേക്ക് എത്തിപ്പെട്ടത്. जब तुम यहाँ आए थे तो सिर्फ 8 और 4 साल के थे. നിങ്ങൾ ഇവിടെ എപ്പോഴാണോ എത്തിച്ചേർന്നത് ആ സമയത്ത് നിങ്ങൾക്ക് എത്ര വയസ്സ് മാത്രമുള്ളത്, ഒരാൾക്ക് 8 ഒരാൾക്ക് 6 വയസ്സുമാണ് ഉള്ളത്. तुम जिस सड़क से आए थे उसे भूल गए होगे. നിങ്ങൾ ഏത് റോഡിലൂടെയാണ് വന്നതെന്ന് നിങ്ങൾ എന്താ മറന്നിട്ടുണ്ടാവില്ലേ, അത്രയും ചെറുപ്പത്തിലല്ലേ വന്നത്. അപ്പൊ നിങ്ങൾക്കാണെങ്കിലും നന്ന ചെറുതിൽ പോയ വഴികളൊക്കെ ഓർമ്മ ഉണ്ടാവുക, അടുത്തുള്ള നമ്മൾ ഡെയിലി പോകുന്ന വഴികളൊക്കെ ഓർമ്മയുണ്ടാകും. പക്ഷെ നമ്മൾ ദൂരദേശത്തേക്ക് ഈ യുദ്ധത്തിന്റെ ആ ഒരു പേടിയിലൊക്കെ എത്തിപ്പെടുമ്പം വഴികളൊന്നും ഓർമ്മ ഉണ്ടാകില്ല. तुम्हें यह भी याद नहीं होगा कि तुम्हारे माता पिता कैसे दिखते हैं. നിങ്ങൾക്ക് ഇത് കൂടെ ഓർമ്മയില്ല. എന്താ ഓർമ്മയില്ലാത്തത്, നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് വരെ നിങ്ങൾക്കറിയില്ല, അത്രയും ചെറുപ്പത്തിലല്ലേ വന്നത്. और फिर तुम्हें रास्ता कौन बताएगा. പിന്നെ നിങ്ങൾക്ക് ആര് വഴി പറഞ്ഞു തരും. അവസാനം നിങ്ങൾക്ക് പോകണമെങ്കിൽ വഴി കിട്ടണ്ടേ, ആ വഴി നിങ്ങൾക്ക് ആര് പറഞ്ഞു തരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷനാണ് ഈ കുട്ടികൾ ഇത്രയും കാലം നോക്കിയ ആളുടെ മനസ്സിലുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും കാലം സ്നേഹത്തോടു കൂടെ നോക്കിയിട്ട് ഈ കുട്ടികൾ പെട്ടെന്നൊരു ദിവസം പോവാന്ന് പറയുമ്പം ആ ആളുടെ മനസ്സിലൊരു സങ്കടം ഉണ്ടാവില്ലേ. അപ്പൊ അതുകൊണ്ട് ആളിങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയാണ്. ലഡ്കെ ने जवाब दिया. അപ്പൊ അതിൽ ഭായ് ഒരു ആൺകുട്ടി ആൻസർ പറയാണ്. मुझे याद है कि मेरे पिता के घर के सामने एक बड़ा सा सनोबर का पेड़ है. അപ്പൊ കുട്ടി പറയുന്ന ആൺകുട്ടി എന്താ പറയുന്നത്, എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ അച്ഛന്റെ വീടിന്റെ മുൻപില് മുറ്റത്ത് എന്തുണ്ട്, ഏക്ക് ബഡേ സനോബർ കെ പേട് ഹേ, ഒരു വലിയ സനോബറിന്റെ മരമുണ്ട്. അപ്പൊ ഇവരുടെ ഒരു ആയിട്ട് ഇവർക്ക് അറിയുന്ന ഒരു കാര്യമാണ് സനോബറിന്റെ മരം ഉണ്ടെന്നുള്ള കാര്യം. ഹർ സുബഹ് ദോ പ്യാരെ പക്ഷി വഹാം ഗാത്തെ ഹേ. എല്ലാ ദിവസവും രാവിലെ എന്തുണ്ടാകുന്നുണ്ട്, 2 പക്ഷികൾ, നല്ല പക്ഷികൾ അവിടെ വന്നിട്ട് പാട്ട് പാടുന്നുണ്ട്. മുझे यह भी याद है कि, പിന്നെ എനിക്ക് ഇതുകൂടെ ഓർമ്മയുണ്ട്, എന്താ ഉള്ളത്, रात को पेड़ की शाखाओं के बीच से एक चमकीला तारा दिखाई देता है. പിന്നെ എന്താ ഓർമ്മയുള്ളത്, രാത്രിയായി കഴിഞ്ഞാല് ഈ മരത്തിന്റെ കൊമ്പിന്റെ ഇടയിലൂടെ എന്ത് കാണുന്നു, ഏക്ക് ചംകീല താര ദിഖായി ദേത്താ. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഇവർക്ക് ഓർമ്മയുള്ളത്. അപ്പൊ ഇവർക്ക് 3 കാര്യങ്ങൾ ഓർമ്മയുള്ള പോലെ ഈ കാര്യങ്ങൾ ആർക്കും ഓർമ്മ വേണം, നിങ്ങൾക്കും ഓർമ്മ വേണം. എന്തുകൊണ്ടാ പറയുന്നത്, നമുക്ക് എക്സാമിന് ആൻസർ എഴുതുന്ന സമയത്ത് എന്താണ്, ഇവർക്ക് ഓർമ്മയുള്ളതൊക്കെ എന്താണെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഇതൊക്കെ മക്കളൊന്ന് ശ്രദ്ധിക്കണേ. ഈ സനോബർ കാ പേട് ഹേ, घर के सामने एक सनोबर का पेड़ है. പിന്നെ ഈ പക്ഷികൾ ഇരിക്കുന്നുണ്ട്, പക്ഷികൾ പാട്ട് പാടുന്നുണ്ട്, ഒരു നല്ലൊരു ചംകീല താര ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഈ മാർക്ക് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. अभिभावकों ने कहा घर लौटते हुए तुम मुसीबत में ही पड़ोगे. അപ്പം ഈ അഭിഭാവകൻ എന്താ പറയുന്നത്, വീട്ടിൽ നിങ്ങൾ തിരിച്ചെത്തുമ്പോ നിങ്ങൾക്ക് എന്താണ്,
നിങ്ങൾ ചാഠ്യം പിടിക്കുക അല്ലെ. ഒരു മിസ്റ്റേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾക്ക് മുന്നത്തെ സ്ലൈഡിലാണ് ഇവിടെ വരേണ്ട വേർഡ് മീനിങ്സ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് സ്ലൈഡിലുള്ള വേർഡ് മീനിങ്സ് ആണ് ഇവിടെ വന്നത്. അപ്പൊ നമുക്കൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് പറ്റിയതാണ്, സോറി. അപ്പൊ നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. അഭിഭാവകനെ കഹ ഗർ ലൗട്ടെ ഹുയെ തും മുസീബത്തെ മെഹി പട്ടോക്കെ. അപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്താണ്, ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇസ്കെ ബാവജൂദ് ബച്ചോൻ നെ ഘർ ലൗട്ട്നെ കി ജിദ് നഹീ ചോടി. അപ്പൊ എന്താണ്, अपने देश और माता पिता को भूलना उनके लिए असंभव हो गया. അപ്പൊ നമ്മുടെ പക്ഷേ കുട്ടികൾക്ക് എന്താണ്, അഭിഭാവകർ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ എന്താണ് ഒരുപാട് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടെന്ന്. പക്ഷെ കുട്ടികൾ എന്താണ്, ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവർക്ക് എന്താണ്, എങ്ങനെങ്കിലും വീട്ടിലെത്തിച്ചേരണം എന്നുള്ള ആഗ്രഹമാണ് കുട്ടികളുടെ മനസ്സിലുള്ളത്. अपने देश और माता पिता को भूलना उनके लिए असंभव हो गया. അവരുടെ സ്വന്തം രാജ്യവും അച്ഛനും അമ്മയും ഒക്കെ മറക്കുക എന്നുള്ളത് എന്തായിരുന്നു, അവർക്ക് അസാധ്യമായിട്ടുള്ള കാര്യമായിരുന്നു. ഉൻകി രാത്തോം കി നീന്ത് ഉഡ് ഗയി. അങ്ങനെ രാത്രി ആയാലും എന്ത് ചെയ്യുന്നു, ഉറക്കം വരികയാണ്, അവരെ ഉറങ്ങാൻ കിടക്കാണ്. ബച്ചേ ക്യോ പരേശാൻ ഹേ. നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, കുട്ടികൾ എന്തുകൊണ്ടാണ് പരിഭ്രാന്തരായിട്ടുള്ളത്? അവർക്ക് രാത്രിയിൽ ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാ കുട്ടികൾ പരിഭ്രാന്തരായത്? നിങ്ങൾക്കറിയാം, അവരാ സംരക്ഷിക്കുന്നവർ എന്താ പറയുന്നത്, വീട്ടിലേക്ക് പോകണ്ട, വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, വീടുണ്ടാകില്ല, അച്ഛനും അമ്മയും ഉണ്ടാകില്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് മുൻപിൽ പറയുന്നത്. അപ്പൊ ഇവർക്ക് ഇനി ഒരിക്കലും തങ്ങളുടെ അച്ഛനെയും അമ്മനെയും കാണാൻ കഴിയില്ലേ, ഞങ്ങളുടെ വീട്ടിലെത്താൻ പറ്റില്ലേ എന്നൊക്കെയുള്ള ചിന്തയാണ് കുട്ടികളുടെ മനസ്സിലുള്ളത്. अपने जन्मदेश में वापस न जा पाने का एहसास उन्हें घबराता है. അവിടെ സ്വന്തം നാട്ടിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള പേടിയാണ് അവരെന്താക്കുന്നത്, പരിഭ്രാന്തരാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, രാത് കോ ഭായി ബഹൻ സെ പൂച്ച്ത. അപ്പൊ ഇവര് രാത്രിയായി, ഇവര് ഉറങ്ങാൻ കിടക്കുക അല്ലെ. അപ്പൊ രാത്രിയിൽ ഈ സഹോദരൻ സഹോദരിയുടെ അടുത്ത് ചോദിക്കാണ്, ക്യാ തും സോ രഹി ഹോ. എന്താ, നീ ഉറങ്ങിയോ? അനിയത്തിയുടെ അടുത്ത് ഏട്ടൻ ചോദിക്കുകയാണ്. ബഹൻ കഹത്തി. അപ്പൊ സഹോദരി പറയാണ്, നെഹി മുझे घर की याद आ रही है. ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്ക് വീടിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് വരുന്നത്. ബഹൻ ഭായി സെ പൂച്ച്തി. അപ്പൊ സഹോദരന്റെ അടുത്ത് ചോദിക്കാണ്, ക്യാ തും സോ രഹേ ഹോ. എന്താ, നീ ഉറങ്ങിയോ? അനിയത്തിയുടെ അടുത്ത് ജ്യേഷ്ഠൻ ചോദിച്ചു, നീ ഉറങ്ങിയോന്ന്. അപ്പൊ പറഞ്ഞു, ഇല്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്ക് വീടിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാ വരുന്നതെന്ന്. അപ്പൊ അനിയത്തി തിരിച്ചാ ചോദ്യം ചോദിക്കാണ്, നീ എന്താ ഉറങ്ങിയോന്ന്. അപ്പൊ എന്താ, ഉറങ്ങിയിട്ടുണ്ടാകുമോ ഏട്ടൻ? ഉണ്ടാകുമോ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഉറങ്ങിയിട്ടുണ്ടാകുമോ? നോക്കാം നമുക്ക്. ഭായി കഹത്ത. ജ്യേഷ്ഠൻ പറയാണ്, നെഹി. എന്താണ്, ആളും ഉറങ്ങിയിട്ടില്ല. ഞാൻ എന്താണ്, നമ്മുടെ വീടിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഘർക്കെ ബാരെ മേ സോച്ച് രഹാ ഹൂ. വീടിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. दोनों ने तय किया कि एक दिन चुपके से भाग चले, कभी न कभी घर मिल ही जाएगा. അപ്പൊ എന്താണ്, രണ്ടുപേരും കൂടെ എന്താ ഒരു തീരുമാനം എടുത്തത്, ആരെടുത്തും പറയാതെ ഒരു ദിവസം നമുക്ക് ഇവിടുന്ന് ഭാഗിച്ചലി ഓടിപ്പോകാം അല്ലേ. കഭി ന കഭി ഘർ മിൽ ഹി ജായേഗ. എങ്ങനെയെങ്കിലും നമ്മൾ എന്താണ്, വീട് നമുക്ക് എത്തിച്ചേരാം, വീട് നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയാണ്. ഏക് രാത് ജബ് ആസ്മാൻ മേ ചാന്ദ് ചമക് രഹാ ഥാ, दोनों बच्चों ने अपने कुछ कपड़े इकट्ठा किए और चल पड़े. അങ്ങനെ ഒരു ദിവസം രാത്രി, ഏക് രാത് ഒരു രാത്രി, ഇവർ എന്ത് ചെയ്യാണ്, രണ്ടു കുട്ടികളും കൂടെ ആകാശത്ത് നല്ല നിലാവുള്ള, ആസ്മാൻ മീൻ ചാന്ദ് ചമക് രഹാത്ത, ആകാശത്ത് എന്താണ്, ചന്ദ്രൻ ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് രണ്ടു കുട്ടികളും അവരുടെ കുറച്ച് വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ പുറപ്പെടുകയാണ്. അവിടെ നിന്ന്, ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ചാന്ദിക്ക് റോഷ്നി മീം രാസ്ത ദിഖായി ദേ രഹാ ഥാ. അപ്പൊ നമ്മൾ പറഞ്ഞു, ആകാശത്ത് ആരുണ്ട്, ചാന്ദ് ഉണ്ടല്ലേ, ചന്ദ്രനുണ്ട്. അപ്പൊ ചന്ദ്രന്റെ ആ ഒരു നിലാവെളിച്ചത്തിലാണ് അവര് പോകുന്നത്. അപ്പൊ ആരുടെ അടുത്ത് എന്താ മിണ്ടാതെ പോവാനുള്ള കാരണം, അവരറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോകാൻ സമ്മതിക്കില്ല, അവരവരുടെ അടുത്ത് പോവണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ പേടി കൊണ്ട്, പക്ഷെ അവർക്ക് എന്താണ്, അവരുടെ അച്ഛനെയും അമ്മയും കാണുകയും വേണം, ആ ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട്, സ്വന്തം നാട്ടിലെത്തണം എന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ആരുടെ അടുത്തും മിണ്ടാതെ അവർ കുറച്ച് വസ്ത്രങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്നും ഓടിപ്പോവുക ചെയ്യുന്നത്.
कुछ दूर चलने पर बहन बोली. അപ്പൊ കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സഹോദരി പറയുകയാണ്, ഭായി लगता है हम कभी घर नहीं पहुंच पाएंगे. അപ്പൊ ചോദിക്കാണ്, വീട്ടില് നമ്മൾ എത്തിച്ചേരുമോ എന്നുള്ള ഒരു സംശയം ചോദിക്കുകയാണ് നമ്മുടെ സഹോദരി. ഭായി ने कहा चलो हम उत्तर पश्चिम दिशा की ओर चलते हैं. ഭായി പറയാണ്, വരൂ നമ്മൾ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്? വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഉത്തർ പശ്ചിം ദിശ, വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പോകുന്നത്. मुझे उम्मीद है कि हम जरूर सनोबर के पेट और तारे के पास पहुंच पाएंगे. അപ്പം ഭായി പറയാണ്, എനിക്കൊരു പ്രതീക്ഷയുണ്ട്, നമ്മൾ തീർച്ചയായും സനോബർ മരവും ഔർ നക്ഷത്രത്തിന്റെ അടുത്ത് നമ്മൾ എത്തുന്നു. ഇവിടെ ആകെയുള്ളവർക്കുള്ള ഒരു സൂചന അതാണ്, ഒരു സനോബർ മരവും നക്ഷത്രവും ഉണ്ടെന്നുള്ള. അപ്പൊ നമ്മുടെ സഹോദരൻ പറയാണ്, നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ അടുത്ത് എത്തും എന്നുള്ള കാര്യം. उस पेड़ के बीच में तारा दिखाई देगा तो समझना कि घर आ गया है. അപ്പൊ നമ്മുടെ ഈ കുട്ടികൾ എന്താ പറയുന്നത്, ജ്യേഷ്ഠൻ എന്താ പറയുന്നത്, ആ മരത്തിന്റെ ഇടയിലൂടെ നക്ഷത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വീടെത്തി എന്ന് മനസ്സിലാക്കാന്ന് അല്ലേ. അവർക്ക് ആ ചെറിയ പ്രായത്തിലുള്ള ഓർമ്മ വെച്ചിട്ടാ പോകുന്നത്. ഈ ഒരു സനോബർ മരമൊക്കെ ഒരു അടയാളാണോ? അവർക്ക് എത്തിപ്പെടാൻ പറ്റുമോ അല്ലേ? ഇതൊക്കെ സംശയങ്ങൾ. അപ്പൊ നമുക്കൂടെ ടെൻഷനായി, അവരെത്തുവോ, അവരുടെ വീട് കാണുമോ എന്നൊക്കെ. ഇതൊക്കെ ഒരു കുഞ്ഞു അടയാളല്ലേ, ഇതൊക്കെ വെച്ച് അവർ വീട് കണ്ടുപിടിക്കുവോ? നോക്കാം നമുക്ക് എന്താ അത് കണ്ടുപിടിക്കോ ഇല്ലയോ എന്ന്. അപ്പൊ നമുക്ക് എന്താണ്, ഇവരുടെ വീട് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് എന്താണ് അടുത്തൊരു സെഷനിൽ കാണാം. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ഓർത്തു വെക്കുക. ഘർ പേട് അവർ താരേക്ക് യാദ് എന്ന ചാപ്റ്ററില് 2 കുട്ടികളാണുള്ളത്, ഭായി और ബഹൻ. അവർക്ക് ഒരാൾക്ക് 8 വയസ്സും ഒരാൾക്ക് 6 വയസ്സും ആയിരുന്നു. അവർ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് വീട് വിട്ട് ഓടിപ്പോയത്. അങ്ങനെ അവർ വേറൊരു ദൂര സ്ഥലത്ത് എത്താണ്. അവിടെയുള്ള ആളെന്താണ്, അവരെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് നാട്ടിലെ നല്ല ശാന്തിയൊക്കെ വന്ന സമയത്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പറിൽ കണ്ടു. ആ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞപ്പോ ഈ കുട്ടികൾക്കും തിരിച്ചു വീട്ടിൽ പോകണം എന്നുള്ള ആശയുണ്ടായി. അപ്പൊ അവരെന്താണ്, വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ അവരുടെ ആയിട്ട് സംരക്ഷിച്ച ആളുകള് അവരോട് പോവണ്ട, ഒരുപാട് തടസ്സങ്ങളൊക്കെ പറയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി ആരുടെ അടുത്തും പറയാണ്ട് നല്ല നിലാവുള്ള രാത്രിയിൽ അവര് വീട് വിട്ടോടി പോവുകയാണ്. അപ്പൊ പോകുന്ന വഴിയിൽ നമ്മുടെ സിസ്റ്ററിന് സംശയമുണ്ട്, വീട്ടിൽ നമ്മൾ എങ്ങനെ എത്തിച്ചേരും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പൊ സഹോദരൻ പറയാണ്, സനോബാർ മരവും അതിന്റെ ഇടയിൽ കൂടുന്ന നക്ഷത്രവും ഒക്കെ ഉള്ള സ്ഥലം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വീടെത്തുന്ന്. അപ്പൊ അതൊക്കെ ഒരു ചെറിയ നമുക്ക് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു അടയാളങ്ങളാണ്. അതൊക്കെ ആയിട്ട് അവർ വീടെത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെഷനിൽ കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബൈ.